അസ്സലാമു അലൈക്കും. ആരാണ് ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ ഓഫാക്കി? അസ്സലാമു അലൈക്കും. എങ്ങനെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചോ? അതെന്തേ? എന്തേ ക്ലാസ് കയറാന്? മറന്നുപോയി. മറന്നുപോയി. ഇന്ന് നമുക്ക് തജ്വീദും തസ്കിയത്തുൽ വിൽദാനും നോക്കിയാലോ? നമ്മളിതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ. ഹലോ ഹലോ തജ്വീദും തസ്കിയത്തുൽ വിൽദാനും തുടങ്ങിയാലൊന്ന്. രണ്ടും ഒറ്റ പേപ്പറല്ലേ? തുടങ്ങല്ലേ? ഇൻഷാ അല്ലാഹ്. എന്നാ തുടങ്ങല്ലേ? തുടങ്ങല്ലേ? പിന്നെ ഫസ്റ്റത്തെ ചോദ്യം എന്നാ വായിക്കാം. ആരാ വായിക്കുക? ഫസ്റ്റത്തെ ചോദ്യം എന്ന് വെച്ചാ അതാണല്ലോ ഫസ്റ്റ്. അൽഇൽമു യുഅ്താ വലാ യഅ്തി അല്ലേ? അത് ആരാ പറഞ്ഞത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണല്ലേ പറഞ്ഞത്? എവിടുന്നപ്പോ ആ ചോദ്യം വന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമുക്ക് തസ്കിയത്തുൽ വിൽദാനിലെ ഫസ്റ്റ് പാഠം തന്നെ അതല്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹദീസ് ക്ലാസിനെ കുറിച്ചുള്ള പാഠല്ലേ അതല്ലേ? ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അന്നത്തെ ചക്രവർത്തി ആയിരുന്ന, അന്നത്തെ രാജാവായിരുന്ന ഹാറൂൺ റഷീദ്, അന്നത്തെ ഖലീഫ ആയിരുന്നു ഹാറൂൺ റഷീദ്. ഈ ഹാറൂൺ റഷീദ് തന്റെ മക്കളായ അമീനെയും മൗമൂനിനെയും ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അങ്ങനെ ആ വിളിച്ച കാരണത്തിലാണ് മഹാനവറുകൾ ഇത് പറഞ്ഞതല്ലേ? മഹാനവറുകൾ പറഞ്ഞു എന്ത്? അൽഇൽമു യുഅ്താ വലാ യഅ്തി. അറിവിലേക്ക് വരിക, അറിവ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യൂല, നിന്നിലേക്ക് വരില്ല എന്ന അർത്ഥം വരുന്ന ആ ഒരു വാക്ക് പറഞ്ഞല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നല്ലോ? ഇത് 2 മാർക്കിനും ചോദിക്കാൻ കഴിയും. 2 മാർക്കിനല്ല, 4 മാർക്കിന്റെ ചോദ്യമായിട്ട് അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റും. ആര് ആരോട് പറഞ്ഞു എന്നുള്ള ചോദ്യം. അൽ ഇൽമു യുഅ്താ വലാ യഅ്തി എന്നുള്ളത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു? ചോദിച്ചൂടെ? ചോദിച്ചൂടെ? റെഡിയാണോ? നിങ്ങൾക്ക് ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ പാഠം കൃത്യമായിട്ട് അറിയോ? ഓർമ്മ ഉണ്ടോ? അന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞുതരാം ആ പാഠം. മൊത്തമായിട്ട് ഉസ്താദ് എന്ത് ചെയ്യാ? ഒന്ന് പറഞ്ഞുതരാം കേട്ടാ.
സിമ്പിൾ ആയിട്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഹദീസ് ക്ലാസ് എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹാബത്ത് എഴുതി വെച്ചത് അതിങ്ങനെ തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ സദസ്സിലുള്ള ആളുകൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. മഹാനവറുകൾ ശിഷ്യന്മാരൊക്കെ നിശബ്ദരായിട്ടിരുന്ന് കേൾക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ഉസ്താദ്മാര് ക്ലാസ് എടുക്കുമ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യും? മിണ്ടാതിരുന്ന ആ ക്ലാസ് എന്താണോ പറയുന്നത് അത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കും അല്ലെ? അതേപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് ശിഷ്യന്മാര് വളരെ നിശബ്ദരായിരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു തേള് ഇങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ആ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് അവസാനം എന്ത് ചെയ്തു? ആ തേളി ഇമാം മാലിക് റളിയല്ലാഹുവിനെ ഒരു കുത്ത്. ആ ഒരു കുത്ത് കുത്തിയിട്ട് തേള് തിരിച്ചു പോകണ്ടോ? ഇല്ല. വീണ്ടും വീണ്ടും ആ തേള് എന്ത് ചെയ്യാണ്? വീണ്ടും ഇങ്ങനെ കുത്താൻ തുടങ്ങി. അങ്ങനെ ആ തേള് 16 തവണ മഹാനവറുകളെ കുത്തി. എത്ര തവണ തേള് കുത്തിയത്? 16 തവണ തേള് കുത്തിയല്ലേ? 16 തവണ തേള് കുത്തിയിട്ട് മഹാനവറുകൾ എന്ത് ചെയ്തു? ആ തേള് കുത്തിയതിന്റെ കാരണത്താൽ മഹാനവറുകളുടെ മുഖത്തിന്റെ നിറം ഇങ്ങനെ മാറി. മുഖം മഞ്ഞ നിറമായി. പിന്നെ ആണെങ്കിലോ തേള് കുത്തിയാൽ നല്ല വേദന. നിങ്ങൾ ആരെങ്കിലും തേള് കുത്തിയിട്ടുണ്ടോ? തേള് കുത്തിയിട്ടില്ല? ഇല്ല. തേള് കുത്തുന്ന നല്ല വേദന കേട്ടോ. അതിന് ചെറുപ്പത്തിലാകുമ്പോ ഒരു പ്രാവശ്യം തേള് കുത്തിയിട്ടുണ്ട് വീട്ടിന്ന്. അപ്പോ തേള് കുത്തുന്ന നല്ല വേദന. അങ്ങനത്തെ തേള് 16 പ്രാവശ്യമാണ് കുത്തിയത് മഹാനവറുകളെ. അങ്ങനെ 16 പ്രാവശ്യം തേള് കുത്തിയപ്പോ മുഖമൊക്കെ എന്തായി? മഞ്ഞ കളറായി മാറി. വേദന സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിലും മഹാനവറുകൾ ഒരു അസ്വസ്ഥതയും കാണിച്ചിട്ടില്ല. അതായത് മഹാനവറുകൾ ആ തേള് കുത്തിയോണ്ട് നമ്മളുണ്ടാവില്ല കുറച്ച് വേദന അങ്ങോട്ട് നീങ്ങ അങ്ങനെ ഒന്നും മഹാനവറുകൾ ചെയ്തിട്ടില്ല. ഹദീസ് ക്ലാസ് നിർത്തിവെച്ചോ? തേള് കുത്തിയോണ്ട് വേദന കൊണ്ട് ഹദീസ് ക്ലാസ് നിർത്തിവെച്ചിട്ടില്ല. മഹാനവറുകൾ ഇങ്ങനെ ക്ലാസ് തുടങ്ങുകയാണ്. അങ്ങനെ ആ ക്ലാസ് എപ്പോഴാണോ തീരുന്നത് അതുവരെ നല്ല അച്ചടക്കത്തോടെ മഹാനവറുകൾ എന്ത് ചെയ്യാണ്? ക്ലാസ് ഇങ്ങനെ തുടങ്ങി പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു? ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മഹാനവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മഹാനവറുകളോട് തന്റെ ശിഷ്യനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു മുബാറക് എന്നവരെന്ത് ചെയ്യാണ്? മഹാനവറുകളോട് പറയാണ്, ഇന്ന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇമാം പറഞ്ഞു, ആ കണ്ട സ്വപ്നം ഇമാമിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ഒരു തേള് 16 പ്രാവശ്യം കുത്തി എന്നെന്ത് ചെയ്തു? ഇമാമ് പറയാണ്. അതായത് അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ ഈ കണ്ട സ്വപ്നം ഇമാം മാലിക് തങ്ങളോട് പറഞ്ഞു. ഇമാം മാലിക് തങ്ങൾ പറയാണ്, ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? 16 പ്രാവശ്യം തേള് കുത്തിയിട്ടുണ്ട്. പിന്നെ ആ 16 പ്രാവശ്യം തേള് കുത്തിയപ്പോ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ 16 പ്രാവശ്യം തേള് കുത്തിയപ്പോ എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല. ആ സഹിക്കാൻ പറ്റാത്ത വേദനന്റെ സമയത്തും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസ് ക്ലാസ് തുടർന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് ക്ഷമിച്ചു എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസ് ക്ലാസ് തുടർന്നിട്ടുണ്ട്. മഹാനവറുകൾ ഈ ഇത്രയും വേദന സഹിച്ചിട്ടും ഇത് ക്ഷമിക്കാനുള്ള കാരണം എന്താ അറിയോ? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനാണ്. നബി തങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനം കാരണമായിട്ടാണ് മഹാനവറുകൾ എന്ത് ചെയ്യാത്തത്? അവിടുന്ന് ഇളകാതെ നല്ല പോലെ എന്ത് ചെയ്തത്? നീങ്ങിയത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു? മഹാനവറുകളുടെ ഹദീസ് ക്ലാസിനെ കുറിച്ചാണ് പിന്നെ നമ്മളെ പാഠം പറയുന്നത്. ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ക്ലാസിനെ കുറിച്ച് പറയാണ്. അതായത് മഹാനവറുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാല് മഹാനവറുകൾ എന്ത് ചെയ്യും? ചെയ്യുന്ന ഓരോ കാര്യങ്ങള്, അതായത് മഹാനവറുകൾ ഇന്ന് ഹദീസ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചാൽ, അതായത് ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചാല് മഹാനവറുകൾ കുളിക്കും, വുദൂ ചെയ്യും, നല്ല വസ്ത്രം ധരിക്കും, പിന്നെ തലപ്പാവ് ധരിക്കും, പിന്നെ അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കും, പിന്നെ ഉയർന്ന സ്ഥലത്തായിരിക്കുക,
അപ്പോ കുറച്ചൊക്കെ പൊന്തിയിട്ടുള്ള സ്ഥലത്താണ് മഹാനവറുകൾ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യാ ഇരിക്കാറ്. പിന്നെ മജ്ലിസ് പിരിയുന്നത് വരെ ആ മജ്ലിസിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഊത് പുകയിപ്പിക്കും. എന്ത് പുകയിപ്പിക്കും? ഊത് പുകയിപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയോ? ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്. ഏതാണ്? മുവത്ത എന്ന് പറയുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഉണ്ട് അല്ലെ. ആ ഹദീസ് ഗ്രന്ഥം അന്വേഷിച്ച് ആ ഹദീസ് ഗ്രന്ഥം പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് വിദൂര ദേശങ്ങളിൽ നിന്നും അടുത്തുനിന്നൊക്കെ ആൾക്കാരെന്ത് ചെയ്യും, ആ പഠിക്കാൻ വരും. ഒരിക്കലും എന്ത് ചെയ്തു, രാജാവായ ഹാറൂൺ റഷീദ് എന്ത് ചെയ്തെന്നറിയോ? ഹാറൂൺ റഷീദ് തന്റെ മക്കളായ അമീനെയും മഅ്മൂനിനെയും എന്ത് ചെയ്തു, ഹദീസ് ഗ്രന്ഥമായ മുവത്ത പഠിപ്പിക്കാൻ വേണ്ടി ഇമാമിനോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോ മാലിക് ഇമാമിന് അത് പറ്റിയില്ല. കാരണം ഇൽമല്ലേ, അള്ളാഹു താല ഉയർത്തിയ ഒരു സാധനല്ലേ, അതിനെ നമ്മളിങ്ങനെ താഴ്ത്തുക, അത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, മാലിക് ഇമാം പറയാണ്, നിർത്തുക, ഓ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു ഉയർത്തിയത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. അള്ളാഹു താല ഇദാ റഫഅഹുല്ലാഹു, എന്ത്, അള്ളാഹു താല ഉയർത്തിയ ഒന്നിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത് എന്ന് എന്ത് ചെയ്തു മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ് ഹാറൂൺ റഷീദിനോട്. എന്നിട്ട് വേറൊന്നും പഠിക്കണ്ടേ, അൽ ഇൽമു യുഅ്താ വലാ യഅതി. ഇവിടെയാണ് നമ്മള് ചോദ്യം. അൽ ഇൽമു യുഅ്താ വലാ യഅതി ആരാണ് പറഞ്ഞത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണല്ലേ. ഹലോ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞാണി. ഹലോ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനം അല്ലേ, അത് വലിയതാണ്. പിന്നെ അത് ബഹുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ മഹാനവറുകൾ എന്ത് ചെയ്തത്, ഹദീസ് ക്ലാസ് നിർത്താതെ തുടർന്നതല്ലേ. പിന്നെ പിന്നെന്താ, പിന്നെന്താ വേറെ? ഇമാമിന് എത്ര പ്രാവശ്യം തേള് കുത്തി? 16 പ്രാവശ്യം തേള് കുത്തി അല്ലേ. പിന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യന്റെ പേര് പറഞ്ഞില്ലേ ഇതില്? ആരാണ്? അബ്ദുല്ലാഹിബിന് മുബാറക് അല്ലേ. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഞാനൊരു അത്ഭുതം കണ്ടു, ഇന്നി റായിത്തു അൽയൗമ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ചോദ്യം വരും. എന്ത് ചെയ്യും, ഇന്ന് ഞാനൊരു അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നാൽ ആ അത്ഭുതം കണ്ട ആൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ എഴുതേണ്ടിണ്ടാവും? ഇമാം അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങളെ പേര് എഴുതേണ്ടിണ്ടാവും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഹാറൂൺ റഷീദിന്റെ മക്കൾ ആരൊക്കെ? അമീനും അമീറും മഅ്മൂനും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാ രണ്ടാമത്തെ ചോദ്യം നോക്കണി. രണ്ടാമത്തെ ചോദ്യം എന്താ? സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേര് ഏതാണ്? അതില് സ്വമതോ? റെഡിയാണോ? സ്വമത് എന്നല്ലേ എങ്ങനെ റെഡി ആയത്? പിന്നെ വേറൊരു പേര് പറഞ്ഞാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേര് പറഞ്ഞാണ് നിങ്ങള്. സ്വമത് അല്ലാതെ സൂറത്തുൻ നജാത്ത് ഉണ്ട് അല്ലേ. പിന്നെ സൂറത്ത് തൗഹീദ് എന്ന പേരുണ്ടല്ലേ. പിന്നെ
നുസ പറയാം. സൂറത്തുൽ ഇഖ്ലാസിന് എന്ത് പേരുണ്ട്? സൂറത്ത് തൗഹീദ് എന്നും, സൂറത്തു നജാത്ത് എന്നും, സൂറത്തു സമദ് എന്നും, സൂറത്തുൽ അസാസ് എന്നും പേരുണ്ട്. നമ്മുടെ 13ാമത്തെ പാഠല്ലേ, 11ാമത്തെ പാഠം തസ്കിയത്തുൽ വിൽദാന്, 11ാമത്തെ പാഠല്ലേ, കണ്ടോ? കണ്ടോ? 11ാമത്തെ പാഠത്തിൽ ഉണ്ടാവും. 11ാമത്തെ പാഠത്തിലാണ് അത് പറയുന്നത്. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, അതല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദിന്റെ പാഠം 11ാമത്തെ പാഠല്ലേ? എന്താ പാഠത്തിന്റെ ഹെഡിങ് എന്തായിരുന്നു? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദ് അല്ലേ? ഹുവ കുൽ വെട്ടുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്ന് പറയുന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് എന്തല്ലേ, വളരെ പ്രശസ്തമായ ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്താണല്ലേ? അല്ലേ? ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തല്ലേ? ആണോ? അതോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സൂറത്തുണ്ടോ? ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്താണല്ലേ? വേറെ എന്തൊക്കെയെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ സൂറത്തിന്? ഈ സൂറത്തിന് എത്ര പേരുകളുണ്ട് ഏകദേശം? ഏകദേശം 20ഓളം പേരുകൾ ഉണ്ടല്ലേ? ഭയങ്കര പോരിശയാക്കപ്പെട്ട സൂറത്താണ്. ഈ സൂറത്തിന്റെ വിഷയം എന്താണ്? ഈ സൂറത്തിൽ എന്താ പറയുന്നത്? ഈ സൂറത്തിൽ എന്താ പറയുന്നത്? ഓർമ്മണ്ടോ ഈ സൂറത്തില്? ഹലോ, നിങ്ങൾക്ക് തസ്കിയത്തുൽ വിൽദാൻ വളരെ ബാക്കിലാണല്ലേ പലരും? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് തസ്കിയത്തുൽ വിൽദാൻ ഒന്ന് ആഞ്ഞു പിടിക്കണം. നിങ്ങള് 11ാമത്തെ പാഠം എടുക്കി. 11ാമത്തെ പാഠം എടുത്തോ? 11ാമത്തെ പാഠം എടുത്തോ എല്ലാരും? 11ാമത്തെ പാഠം എടുത്തോ? എടുത്തോ? ആരും സൗണ്ട് കേൾക്കണില്ലല്ലോ, എന്തേ? എടുത്തു അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് ആണല്ലേ പാഠം? അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാല് അല്ലാഹു തആല ഏകനാണ്. അതായത് വിശ്വാസപരമായ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പൂർണ്ണമായിട്ട് പറഞ്ഞത്. എന്ത് പരമായ കാര്യങ്ങൾ? വിശ്വാസപരമായ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ മൊത്തവും പറഞ്ഞത്. അതുകൊണ്ടാണ്, കാരണം ഖുർആനിനെ നമ്മൾ 3 ഭാഗാക്കും. ഖുർആനിനെ എത്ര ഭാഗാക്കും? ഏതൊക്കെ ഭാഗങ്ങൾ? അതൊന്ന് നോട്ട് ചെയ്യേ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്താണ്. ഖുർആനിനെ 3 ഭാഗങ്ങളാക്കും. 1 വിശ്വാസപരമായ കാര്യങ്ങൾ, 2 മതപരമായ വിധികൾ, 3 ചരിത്രങ്ങൾ. എഴുതിയോ? ഖുർആനിനെ നമ്മൾ എത്ര ഭാഗാക്കും? 3 ഭാഗങ്ങൾ. 1ാമത്തെ ഭാഗം വിശ്വാസപരമായ കാര്യങ്ങൾ, 2ാമത്തെ ഭാഗം മതവിധി വിലക്കുകൾ,
3 ചരിത്രങ്ങൾ. എഴുതിയോ? വേഗം എഴുതി. ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ. രണ്ടാമത്തത് മതവിധി വിലക്കുകൾ, അതായത് മതങ്ങളുടെ നിയമങ്ങൾ എന്ന് എഴുതിയാൽ മതി. മതത്തിന്റെ നിയമങ്ങൾ എന്ന് എഴുതിയാൽ മതി. ചരിത്രങ്ങൾ. അപ്പോ നമ്മൾ ഈ സൂറത്തുൽ ഇഖ്ലാസിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? മറന്നോ? മതപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ. ഇത് ഖുർആനിൽ മൊത്തമായിട്ട് ഉൾക്കൊള്ളിച്ച കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. ഖുർആനിൽ മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ 1 വിശ്വാസപരമായ കാര്യങ്ങള്, 2 മതനിയമങ്ങള്, 3-മത്തത് എന്ത് ചരിത്രങ്ങളാണ് ഖുർആനിൽ കാണുക. ഈ 3 വിഭാഗ കാറ്റഗറി ആയിട്ടാണ് ഖുർആനിൽ കാണുക. റെഡിയാണോ? റെഡിയാണ്. എന്നാൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ ഏതിനെ കുറിച്ചാ പറയുന്നത്? സൂറത്തുൽ ഇഖ്ലാസിൽ ഏതിനെ കുറിച്ചാ പറയുന്നത്? വിശ്വാസപരമായ കാര്യങ്ങൾ അല്ലേ? അല്ല, വിശ്വാസപരമായ കാര്യങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ആ ഒന്ന് സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം ഒന്ന് വെച്ചോക്കാണി. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അവൻ ഏകനാണ്. അല്ലാഹു മാത്രമാണ് ഏകൻ. പിന്നെ അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. അവർക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവന് സന്തതികളില്ല, അവനെ ആരെയും സന്താനവുമില്ല. അതായത് അള്ളാഹുവിനെ ആരും പ്രസവിച്ചിട്ടില്ല, അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, ആരെ പ്രസവിക്കപ്പെട്ടിട്ടില്ല. അതായത് അള്ളാഹു താല ഒരാളുടെ മകനും അല്ല, അള്ളാഹു താലാക്ക് മക്കളും ഇല്ല എന്നർത്ഥം. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ഒന്നുമില്ല. അള്ളാഹുവിന് തുല്യമായിട്ട് ആരെങ്കിലും ഭൂമിയിലുണ്ടോ അല്ലെ ലോകത്തുണ്ടോ? ഇല്ല. അള്ളാഹുവിന് തുല്യമായിട്ടുള്ള ആരുമില്ല എന്നാണ് ഈ സൂറത്ത് പറയുന്നത്. ഇത് ഫുള്ള് വിശ്വാസപരമായ കാര്യല്ലേ? ഇതിലെവിടെ മതപരമായ കാര്യം? ഇല്ല. ഇത് ഫുള്ള് വിശ്വാസല്ലേ? അള്ളാഹുവിന് എന്തില്ല? മക്കളില്ല. അത് നമ്മളെ വിശ്വാസപരമായ കാര്യമാണ്. മക്കൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞ ഖുറൈശികളുടെ കൂട്ടത്തിൽ, അതായത് മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടുപോകൂട്ടോ. അപ്പോ അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് ഇമ്മയും ബാപ്പിയും ഇല്ലട്ടോ. മനസ്സിലാക്കണം. അപ്പൊ ഇത് ഈ സൂറത്തുൽ ഇഖ്ലാസ് മൊത്തം പറയുന്നത് ഏതാണ്? വിശ്വാസപരമായ കാര്യങ്ങളാണ് അല്ലേ? അതേപോലെ തന്നെ ഈ സൂറത്തിന് കുറേ പേരുകളുണ്ട്. ഏകദേശം 20ഓളം പേരുകൾ ഈ സൂറത്തിന് വരുന്നുണ്ട്. അതിൽ പെട്ട ചില പേരുകൾ ഞാൻ വായിച്ചുതരാം. സൂറത്തുൽ ഇഖ്ലാസിന് തൗഹീദ്, നജാത്ത്, സമദ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പേരുകളിൽ പെട്ടതാണ്. അസാസ് 4 പേരുകൾ ആണെങ്കിൽ ഒന്ന് അടിവരട്ട് വെച്ചോളൂ, അവിടെ ഉണ്ടാവും. തൗഹീദ്, നജാത്ത്, സമദ്, അസാസ്. ഏകദേശം 20ഓളം പേരുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇസ്ലാമിന്റെ വിശ്വാസ അടിസ്ഥാനങ്ങളെല്ലാം ഈ അധ്യായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്ത്? ഇസ്ലാമിന്റെ വിശ്വാസ അടിസ്ഥാനങ്ങൾ, അതായത് വിശ്വസിക്കാൻ അടിസ്ഥാനമായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എന്തുണ്ട്? സൂറത്തുൽ ഇഖ്ലാസിൽ
ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിന്റെ 1/3 അതായത് 1/3 എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പൊ മറ്റു 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മറ്റു 2 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മതനിയമങ്ങളാണ്, മറ്റൊന്ന് ചരിത്രമാണ്. അപ്പൊ ഖുർആന് ടോട്ടൽ 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം ഏതാണ്? വിശ്വാസപരമായ കാര്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം മതനിയമങ്ങൾ. മൂന്നാമത്തെ ഭാഗം ഏതാണ്? ചരിത്രപരമായതാണല്ലേ. ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം? 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം? ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യൽ എന്താണ്? പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോ ഈ സൂറത്ത് ഓതല് പ്രത്യേകം സുന്നത്തുണ്ടല്ലേ. പിന്നെ ഒരാൾക്ക് മരണരോഗം ഉണ്ടായി, അയാൾ ഇപ്പൊ മരിക്കാൻ പോകും. അങ്ങനത്തെ ഒരാള് 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യൂല? ഖബറിൽ പരീക്ഷിക്കപ്പെടൂല. അപ്പൊ ഒരാള് മരിക്കാൻ പോകുന്ന ഒരാള് 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാല് അയാൾക്ക് എന്ത് ചെയ്യും? ഖബറിൽ അയാൾ എന്ത് ചെയ്യൂല? പരീക്ഷിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ വേറെ കുറെ ഇല്ലേ? 1,00,000 തവണ മരിച്ച ഒരാളുടെ പേരില് 1,00,000 തവണ ഓതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യ? 1,00,000 തവണ ഓതിയാൽ അള്ളാഹുവിൽ നിന്ന് അവന്റെ ശരീരത്തെ അവൻ വാങ്ങിയവനായി, അതായത് അവൻക്ക് നരകമോചനം കിട്ടും അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻക്ക് എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് മോചിതനാകും എന്നർത്ഥം കേട്ടോ. പിന്നെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? ഖുറൈശികളായ ആളുകൾ എന്ത് ചെയ്തെന്നറിയോ? അവരുടെ കൈകളെ കൊണ്ട് എന്ത് ചെയ്തു? അവര് ബിംബങ്ങളെ നിർമ്മിച്ചു. എന്നിട്ട് അതിനെ തന്നെ അതായത് ഒരു കൈ കൊണ്ട് കൊത്തി കൊത്തി ഒരു രൂപം ഉണ്ടാക്കും. എന്നിട്ട് ആ രൂപത്തിനെ തന്നെ എന്ത് ചെയ്യും? അവര് ആരാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവരോട് പറയണം. അവര് ആ ബിംബത്തിന് വേണ്ടി അറിവ് നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അവരോട് ആ ബിംബത്തിനോട് സഹായം തേടും, അവരോട് ആ ബിംബത്തിനോട് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ ആ ബിംബത്തിന് വേണ്ടി അറക്കും. മറ്റേ ഒട്ടകങ്ങളെയും ആടും മറ്റേ പോത്തൊക്കെ എന്ത് ചെയ്യും? ആ ബിംബത്തിന് വേണ്ടി അറക്കും. അങ്ങനെയൊക്കെ അവർ ചെയ്യും. ഇത് ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാൻ, നിങ്ങൾ ചെയ്യണ പൊട്ടത്തരം കണ്ടില്ലേ? എന്ത് പൊട്ടത്തരാ? ഇതൊന്നിനും കഴിയാത്ത ഇവരൊക്കെ നിങ്ങൾ ആരാധിക്കണേ എന്ന് എന്ത് ചെയ്യുന്നു? എത്ര വിഡ്ഢിത്തരാണ് നിങ്ങൾ ചെയ്യണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്യും? അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളോട് ചോദിക്കും. അപ്പോ എന്ത് ചെയ്യും? ഖുറൈശികൾ നബിനോട് ചോദിക്കും. നമ്മൾ റസൂലുള്ളാഹിനോട് ചോദിക്കുക, എന്നാ മുഹമ്മദ് നബിയെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ റബ്ബിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞാട്ടി. പിന്നെ നിങ്ങളെ റബ്ബിന്റെ തറവാടിനെ കുറിച്ച് പറഞ്ഞാട്ടി. എന്തൊക്കെ ചോദിച്ച്? നിങ്ങളെ റബ്ബിനെ കുറിച്ച് എന്ത് ചെയ്ത് പറഞ്ഞാട്ടി. നിങ്ങൾ റബ്ബിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നില്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാട്ടി ഞങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ അള്ളാഹുവിന്റെ തറവാട് ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്തു? മക്കാ മുശ്രിക്കുകള് ചോദിച്ചു. അതേപോലെ തന്നെ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു എന്നവർ പറയുന്ന ഒരു സംഭവം അവസാനം കൊടുത്തിട്ടുണ്ട്. നബിതങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നബിതങ്ങൾ അവരുടെ ആരാധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ റബ്ബിന്റെ തറവാട് പറഞ്ഞു തരൂ എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തതാണ്? ഈ അധ്യായം ഇറക്കിയതാണ്. അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി നമ്മള്. അതായത് മക്കാ മുശ്രിക്കുകൾ എന്ത് ചെയ്തു എന്നറിയോ? മക്കാ മുശ്രിക്കുകൾ അവരുടെ കൈകളെ കൊണ്ട് അവര് എന്ത് ചെയ്തു? ബിംബങ്ങൾ ഉണ്ടാക്കി. അവര് കൊത്തി 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 ഒരു രൂപം ഉണ്ടാക്കി. ആ രൂപത്തിന് അവർ ആരാധിക്കും, ആ രൂപത്തിന് പ്രാർത്ഥിക്കും, ആ രൂപത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ആ രൂപത്തിനോട് സഹായം തേടും. പിന്നെ അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും? ആ രൂപത്തിന് വേണ്ടി അറക്കും. ഇങ്ങനൊക്കെ ചെയ്യുമ്പോ റസൂൽ പറഞ്ഞു, ഇത് എന്ത് പൊട്ടത്തരാണ് നിങ്ങൾ ചെയ്യണേ എന്ന് അവരോട് ചോദിച്ചപ്പോ അവര് പറയാണ്, എന്നാ നിങ്ങളെ റബ്ബിന്റെ വിശേഷണങ്ങൾ കൊണ്ട് പറഞ്ഞാട്ടി, വേഗം പറഞ്ഞാട്ടി. പിന്നെ നിങ്ങൾ റബ്ബിന്റെ തറവാട് പറ എന്നൊക്കെ മക്കാ മുശ്രിക്കുകൾ ചോദിച്ച്.
അപ്പോഴാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തത്, ഈ സൂറത്ത് ഇറക്കി കൊടുത്തത് കേട്ടോ. റെഡിയല്ലേ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളി. റെഡിയാണോ? ഏതാണ് റെഡി ആവാത്ത? ഏതാണ് റെഡി ആവാത്ത? റെഡിയാണോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കട്ടോ, നമുക്ക് കഥ വേണമെങ്കിൽ വീണ്ടും പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് സൂറത്തുൽ ഇഖ്ലാസിന്റെ പേരാണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠതകളൊക്കെ പഠിക്കണം. 100 തവണ ചെല്ലിയാൽ എന്താ കൂലി, 1,00,000 തവണ ചെല്ലിയാൽ എന്താണ് കൂലി, അതൊക്കെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു പോണട്ടോ. എന്നാലേ നമുക്ക് പരീക്ഷ ആവുമ്പോഴത്തേക്കും, നമുക്ക് പരീക്ഷ ആവാറായില്ലേ, ഈ കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളു പരീക്ഷക്ക്. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും നല്ലതുപോലെ പഠിക്കട്ടാ. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ മാസം അല്ലേ? ഏത് മാസത്തിലെത്തിയ? റമദാനിലല്ലേ? റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ അല്ലേ? റസൂൽ ആദ്യമായിട്ട് മദീനയിൽ എത്തിയത് റബീഉൽ അവ്വൽ ആണല്ലേ? ഹിജ്റ എത്ര വർഷം കഴിഞ്ഞിട്ടാ റസൂൽ മദീനയിൽ എത്തിയത്? ഓർമ്മ ഉണ്ടോ? അതിന് ഉബുവത്ത് കിട്ടിയിട്ടല്ലേ? അതിന് ഉബുവത്ത് കിട്ടിയിട്ടല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണ്, ഹിജ്റ കഴിഞ്ഞിട്ടെന്നല്ലേ? ഹിജ്റയാണ് അവിടെ. ഹിജ്റ കഴിഞ്ഞിട്ട് അങ്ങനെ ചോദ്യം തന്നെ കൊണ്ടുതരാം, ഞങ്ങളൊന്ന് കുഴക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അതായത് ഹിജ്റയാണ്, റസൂലുള്ളാഹ് വന്ന കാര്യത്തിനാണ് നമ്മൾ ഹിജ്റ എന്ന് പറയുന്നത്. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോഴാണ് ഹിജ്റ ആയത്. അവിടുന്നാണ് പിന്നെ നമ്മളെ ഹിജ്റ വർഷങ്ങൾ തുടങ്ങുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ ഉത്തരം ഏതാണ്? നുബുവത്ത് കിട്ടിയിട്ട് 13 വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹ് മദീനയിൽ എത്തുന്നത് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ മദീനയിൽ എത്തിയപ്പോ റസൂലുള്ളാഹ് ആരുടെ വീട്ടിലാണ് താമസിച്ചത്? അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന് എത്ര തട്ടുകൾ ഉണ്ടായിരുന്നു? തട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ റസൂൽ ഏത് തട്ടെടുത്ത്? എന്തിയ കാരണം? കാണാൻ കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് കാണാൻ സൗകര്യം. അതാണല്ലോ സൗകര്യം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മദീനക്കാർ എന്ത് ചെയ്തിരുന്നു അറിയാം? റസൂൽ ഇങ്ങനെ വരുമ്പോ റസൂലിന്റെ ഒട്ടകത്തിന്റെ മൂക്കയർ ഇങ്ങനെ പിടിച്ച് വലിച്ചിരുന്നല്ലേ? എന്തിനാ ഒരു വലിച്ചിരുന്നേ? ഓർമ്മ ഉണ്ടോ? കേട്ടില്ല. സൽക്കരിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ അവരിങ്ങനെ. അപ്പൊ ആ മദീനക്കാര് പരസ്പരം മത്സരിക്കാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സൽക്കരിക്കാനല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ ഭാര്യന്റെ പേരെന്താ? ഉമ്മ അബൂ അയ്യൂബ് അല്ലേ? ഉമ്മ അബി അയ്യൂബ്. റെഡി അല്ലേ? എന്നാ അടുത്ത ചോദ്യം നോക്കാണ്. യാത്ര എന്നാണ് അർത്ഥം. ആരാണ് ഇവിടെ വേറെ വർത്താനം പറയുന്നത്? യാത്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ല, ആ പറഞ്ഞ അറബി വാക്ക് ഏതാണ്? യാത്ര. റിഹിലെ. റെഡിയാണോ? ഈ പാഠം ഏതാന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതാ പാഠം? സിയാറത്ത് പോണല്ലേ? ഇല അജ്മീർ ഷെരീഫ് എന്ന് പറഞ്ഞ പാഠാണല്ലേ? ഈ പാഠത്തിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടെന്ന് അറിയോ? കൊറേ അർത്ഥങ്ങൾ പഠിക്കാനുണ്ട്. നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാല് എന്താ അറബി പറയാ? നൈസ് ടു മീറ്റ് യു അറബിയിൽ എങ്ങനെ പറയും?
സഈദും ബില്ലിഖാ, സഈദും ബില്ലിഖാഇക്, നിങ്ങളെ നൈസ് ടു മീറ്റ്. അതേപോലെ തന്നെ കുറെ വാക്കുകൾ അതിൽ കൊടുത്തിക്കണേ. പിന്നെ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇപ്പോൾ സമയം 8 മണി. 8 മണി എന്നുള്ള എങ്ങനെ നമ്മൾ അറബി പറയാ? അസ്സഅതു സാമിന. എന്ത്? അസ്സഅതു അസ്സാമിന, 8 മണി. അപ്പൊ 8:30 എന്നുള്ളോ? 8:30 എന്നുള്ള എങ്ങനെ പറയാ? സമയം 8:30. അസ്സഅതു സാനിയത്തു വന്നിസ്. വന്നിസ് 8:30 കേട്ടോ. അതിനെ നേരെ എഴുതി കൊടുത്താലേ 8:30. പിന്നെ അസ്സഅത്തുൽ ഖാമിസ എന്ന് പറഞ്ഞ എത്ര? 5 മണി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ AM PM എന്ന് അറിയൂലേ? AM PM എന്ന് അറിയൂലേ? അതിനെങ്ങനെ പറയുന്ന അറിയോ? മസാഹൻ സ്വബാഹൻ. മസാഹൻ എന്ന് പറഞ്ഞ PM, സ്വബാഹൻ എന്ന് പറഞ്ഞ AM. അല്ലെങ്കിൽ മസാഹൻ നമ്മള് ആഫ്റ്റർനൂൺ എന്ന് വെക്കാം, സ്വബാഹന് മോർണിംഗ് എന്നും വെക്കാം. രണ്ടും അർത്ഥം വെക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ആ തെതിരിവാദം ചെയ്യാണ്ട. അത് ചിലപ്പോ പരീക്ഷക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷക്ക് ചോദിക്കും. പരീക്ഷക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ആവും ചോദിക്കുക, 8:45 എന്നെങ്ങനെ എഴുതാം എന്നാവും ചോദിക്കുക. അല്ലെങ്കിൽ 8:30 എന്ന് എഴുതൽ എങ്ങനെ എന്നാവും ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അസ്സഅതു സാലിസതു ഇല റുബഅ ഇല്ല റുബഅ. അതായത് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? 3 മണിയാവാന് നമ്മളിപ്പോ അറിയൂലേ, ഇനി 3 മണിയാകാന് 15 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് പറയൂലേ? പറയലില്ലേ? 3 മണിയാകാൻ 15 മിനിറ്റ് ബാക്കി. അതിനാണ് എന്ത് പറയാ? അസ്സഅതു സാലിസതു ഇല്ല റുബഅ. ഏത്? 4-1. അതായത് നമ്മൾ 60-നെ 4 ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം എത്ര? 15 മിനിറ്റ് ഉണ്ടാവുക. അതായത് 1 മണിക്കൂറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റിന്റെ പകുതി 15 മിനിറ്റ് അല്ലേ? ആ 15 മിനിറ്റിനാണ് റുബഅ എന്ന് പറയാ. എന്ത്? റുബഅ, 4-1 ഭാഗം. ഓക്കെ, ആ 4-1 ഭാഗത്തിനാണ് റുബഅ എന്ന് പറയാ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അസ്സഅതു സാലിസതു ഇല്ല റുബഅ, അതായത് 2:45 എന്നാണ് അതിനർത്ഥം. അപ്പോ അസ്സഅത്തുൽ ആശിറത്തു വറുബഅ എന്ന് വേറൊന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? 10:15. എന്ത്? 10:15. അതെന്തേ ഇവിടെ ഒരു ഇല്ല കൊണ്ടും ഇവിടെ ഒരു വാവ് കൊണ്ടും മാറ്റിയപ്പോ എന്ത് ചെയ്തു? സംഗതി രണ്ടും നല്ല മാറ്റം വന്നല്ലേ? ഇവിടെ ഇല്ല റുബഅ എന്ന് പറഞ്ഞാൽ എന്ത്? അവിടെ എന്താവാണ്ട്? 3 മണിയാകാൻ ഇനിയും 15 മിനിറ്റ് ഉണ്ട്. അതായത് 15 മിനിറ്റ് അല്ലാതെ ഇനി 3 മണിയാവാൻ വേറൊന്നില്ല. അപ്പൊ 15 മിനിറ്റ് ഇനിയും ഉണ്ട് 3 മണിയാകാൻ. മറ്റോടത്ത് പറഞ്ഞത് എന്താണ്? 10:15. അതായത് അശറ വാവ് അത്ഫല്ലേ? അത്ഫാവുമ്പോ അതിനോട് ചേർത്തി വായിക്കണം കേട്ടോ. വറുബഅ എന്ന് പറഞ്ഞാൽ എന്ത്? 15 മിനിറ്റ് കേട്ടോ. ഇനി ഇതിന് തന്നെ മസാഹനും സ്വബാഹനും നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ 10 AM എന്ന് പറയാ അസ്സഅത്തുൽ ആശിറത്തു സ്വബാഹൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മളെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു നോക്കണി. അടുത്ത ചോദ്യം വായിക്കേ. അടുത്ത ചോദ്യം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഏത് ലിപിയാണെന്നല്ലേ?